പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തി LDF സ്ഥാനാർത്ഥി പി സരിനും പങ്കാളി സൗമ്യയും രാവിലെ 7 മണിക്ക് തന്നെ ഡോക്ടർ സരിനും ഭാര്യയും വോട്ട് ചെയ്യാനെത്തിയെങ്കിലും വോട്ടിംഗ് മെഷീൻ തകരാറ് കാരണം രണ്ടുപേരും വോട്ട് ചെയ്യാതെ മടങ്ങുകയായിരുന്നു. ഇരട്ട വോട്ട് ആരോപണം UDF ഉന്നയിച്ചിരുന്നെങ്കിലും പോളിംഗിനിടെ ആരും പരാതി ഉന്നയിച്ചില്ല. വിവരങ്ങളുമായി പാലക്കാട് നിന്നും ശാന്തകുമാർ ചേരുന്നുണ്ട്. ശാന്തകുമാർ, പാലക്കാട്ടെ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ സരിനും പങ്കാളി സൗമ്യയും വോട്ട് രേഖപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? പാലക്കാട്ടെ പോളിംഗ് 50% കടന്നു എന്നുള്ളതുമാണ്. 3 മണി ആയപ്പോഴാണ് 50%ത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തമാണ് കുറവ് എന്നാണ് ശതമാനം കണക്കാക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാവുന്നത്. അത് തുടരുന്നു. ഇനി 3 മണിക്കൂർ മാത്രമേ പോളിംഗ് അവസാനിക്കാനുള്ളൂ. എങ്കിലും മുഴുവൻ വോട്ടർമാരെയും പരമാവധി പോൾ ചെയ്യിക്കുന്നതിനുള്ള എല്ലാ ശ്രമവും രാഷ്ട്രീയ പാർട്ടികൾ ഉച്ചയ്ക്ക് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഡോക്ടർ സരീൻ, ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ സരീൻ അല്പം മുമ്പാണ് വോട്ട് ചെയ്ത് തിരിച്ചുപോയത്. അദ്ദേഹം രാവിലെ 7 മണിക്ക് 88 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ വോട്ടിംഗ് മെഷീനിലെ തകരാറ് കാരണം ഏകദേശം 40 മിനിറ്റിന് ശേഷമാണ് പോളിംഗ് ആരംഭിച്ചത്. അതിനിടയിൽ അദ്ദേഹം മറ്റ് ബൂത്തുകളിലേക്ക് പോകുന്നതിൻ്റെ ആവശ്യാർത്ഥം വോട്ട് ചെയ്യാതെ മടങ്ങുകയായിരുന്നു. സരീനും സരീൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരീനും മടങ്ങി. ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് അവർ തിരിച്ച് എത്തിയത്. പിന്നീട് ആ സമയത്ത് കാര്യമായ തിരക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സരീൻ്റെ അഭിപ്രായങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. കാരണം 70,000-ഓളം വോട്ട് തനിക്ക് ലഭിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് സരീൻ ഇപ്പോഴും വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് പാലക്കാടിന് വേണ്ടവർ തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് സരീനുള്ളത്. അതിലേറ്റവും ശ്രദ്ധേയമായ മറ്റൊന്ന്, സരീൻ്റെയും സരീൻ്റെ ഭാര്യയുടെയും വോട്ടിനെ കുറിച്ചുള്ള ആക്ഷേപം നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. അത് വ്യാജ വോട്ടാണെന്നോ കള്ള വോട്ടാണെന്നോ എന്നുള്ളതിനപ്പുറത്തേക്ക് സരീന് ഇവിടെ പാലക്കാടല്ല വോട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ മറ്റിടത്ത് നേരത്തെ വോട്ടുണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കളയുന്നത് തന്നെയായിരുന്നു സരീൻ ഇപ്പോൾ പോൾ ചെയ്തതിനു ശേഷവും പ്രതികരിച്ചത്. കാരണം തനിക്ക് ഒറ്റിടത്ത് മാത്രമേ വോട്ടുള്ളൂ, തൻ്റെ സ്വന്തം വീടും സ്ഥലവും പാലക്കാടാണ്, അവിടെ വോട്ടുണ്ട്, ആ വോട്ട് തന്നെയാണ് ചെയ്തത്, ബാക്കിയെല്ലാ ആക്ഷേപങ്ങളെല്ലാം ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്നാണ്. അതായത് UDF ഉന്നയിച്ച ആരോപണങ്ങളെ കൂടി ചോദ്യം ചെയ്യുകയാണ് വോട്ട് ചെയ്ത് സരീൻ ഇപ്പോൾ ചെയ്തത്. പാലക്കാട്ടെ പോളിംഗ് പുരോഗമിക്കുകയാണ്. 3 മണിക്കൂർ കൂടി സമയമുണ്ട് ഇനി പോളിംഗ് പൂർത്തിയാക്കാൻ. വലിയ തിരക്ക് നഗരപ്രദേശങ്ങളിൽ കാണാനില്ലെങ്കിലും ഗ്രാമീണ മേഖലയിൽ കണ്ണാടി, അതുപോലെ തന്നെ മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലെല്ലാം ഭേദപ്പെട്ട ക്യൂ തന്നെയാണ് പല ബൂത്തുകളിലും ഉച്ചയ്ക്ക് ശേഷവും കാണുന്നത്. അവയെല്ലാം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം മറ്റൊന്ന്, ഈ നഗരത്തിലെ പോളിംഗ് ആണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നഗരത്തിൽ 4 മണിക്ക് ശേഷം പോളിംഗ് കൂടും എന്നുള്ളൊരു ആത്മവിശ്വാസം ബൂത്ത് സന്ദർശിച്ച BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറയുകയുണ്ടായി. അതായത് വിവിധ ജോലിക്ക് പോകുന്നവർ മറ്റിടങ്ങളിൽ തിരിച്ചു വന്ന് വോട്ട് ചെയ്യേണ്ടവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും 4 മണിക്ക് ശേഷം വരും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടിയൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചും പോളിംഗിൽ മന്ദഗതിയാണ്, അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ വളരെ കുറവാണ്. 3 മണിയാകുമ്പോഴേക്കും ആ കുറവ് തുടരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ. ചേലക്കരയിലും വയനാട്ടിലും കണ്ട പോളിംഗിലെ കുറവ് ഒരു പക്ഷേ പാലക്കാടും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഗൗതം, ശാന്തകുമാർ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരുപക്ഷെ വലിയ ആവേശം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിലുൾപ്പെടെ കുട്ടിക്കലാശത്തിലുൾപ്പെടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, അത്തരത്തിലൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ മറ്റൊരു രീതിയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടിരിക്കുന്നതെന്ന് വേണ്ടേ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിലുണ്ടായിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളിൽ ഉണ്ടായിട്ടുള്ള തകരാറ്, ഒപ്പം തന്നെ പരിചയസമ്പന്നത ഇല്ലാത്ത ഉദ്യോഗസ്ഥർ ഇടപെട്ടത്, ഇതൊക്കെ തന്നെ ഈ വോട്ടിങ്ങിനെ മന്ദഗതിയിലാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എന്താണ് അത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാവിലെ പല ബൂത്തുകളിലും, പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ തിരക്കുണ്ടായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു. അത്തരം തിരക്കുള്ള പല ബൂത്തുകളിലുമാണ് ഈ വോട്ടിംഗ് മെഷീനിലെ തകരാറ് കൂടിയായപ്പോൾ അത് ക്യൂ നീളാനുള്ള കാരണമായത്. അങ്ങനെ ഒരു ബൂത്ത് തന്നെയായിരുന്നു 88 നമ്പർ ബൂത്ത്, സരീൻ വോട്ട് ചെയ്യാൻ എത്തിയ ബൂത്ത്, ഈ മണപ്പുള്ളിക്കാവിനടുത്തുള്ള ഈ ബൂത്തും. പരിചയക്കുറവും അതുപോലെ തന്നെ വേഗതയും ഇതിൻ്റെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളുമെല്ലാം പോളിങ്ങിനെ രാവിലെ ബാധിച്ചുവെങ്കിലും
അത് ഒരു 11 മണിയോടുകൂടി അവയെല്ലാം പരിഹരിക്കാൻ കഴിയുകയും മറ്റിടങ്ങളിൽ നിന്ന് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. എങ്കിലും ജനങ്ങളിൽ ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രചരണ രംഗത്തുണ്ടായിട്ടുള്ള ആ വലിയ ആവേശവും ഒന്നും വോട്ടിങ്ങിൽ കാണുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് പാലക്കാട്ടുകാർ മാത്രമാണ് വോട്ട് ചെയ്യേണ്ടത്. പ്രചരണ രംഗത്തുണ്ടായിരുന്നത് പാലക്കാടിലുള്ളവരും പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ളവരും പാലക്കാട് സംസ്ഥാനത്തിന് പുറത്തുള്ളവർ ഉൾപ്പെടെ ഈ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ജില്ലയിലെ വിവിധ ജില്ലകളിലെ നേതാക്കന്മാർ എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അത് വലിയ ഒരു കളർഫുൾ പ്രചരണം തന്നെയായിരുന്നു. പക്ഷേ അവയ്ക്കുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ ഈ പോളിംഗിൽ ഒരു നിരക്ക് കൂടാനോ അതിൻ്റെ ശതമാനം വർദ്ധിപ്പിക്കാനോ കഴിയുന്ന ഒരു രീതിയിലേക്കല്ല ഈ 3 മണിവരെയുള്ള കണക്കുകൾ എത്തുമ്പോൾ അവ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് തുടരുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടും ചേലക്കരയിലും ആവർത്തിച്ചത് പാലക്കാടും ആവർത്തിക്കാൻ ഇടയാവും എന്ന് തന്നെയാണ് കരുതുന്നത്. ഗൗതം. ശാന്തകുമാർ, മറ്റൊരു കാര്യം, ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ ഇലക്ഷൻ പരിശോധിക്കുമ്പോൾ, വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ പിരായൂർ ഉൾപ്പെടെയുള്ള മാത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഒരുപക്ഷെ വിവിധ മുന്നണികൾക്ക് മേൽക്കോയ്മയുള്ള പഞ്ചായത്തുകളുണ്ട്. പ്രത്യേകിച്ച് പിരായൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ അവസാന ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുമ്പോൾ ഷാഫി പറമ്പിലിനെ കാര്യമായി സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം പഞ്ചായത്തുകളിലെ പോളിംഗ് ഇപ്പോൾ എന്താണ് അവസ്ഥ? അവിടെയും ഈ സമാനമായ മന്ദഗതിയാണ് ഉള്ളത്. വോട്ടിംഗ് ശതമാനം സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ എങ്ങനെയാണ്? പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരായാലെങ്കിലും രാഷ്ട്രീയ കക്ഷികളായാലും എല്ലാം വിലയിരുത്തപ്പെടുന്നത്, നമ്മൾ മാധ്യമങ്ങളും എല്ലാം വിലയിരുത്തുന്നത് NDAക്ക് ഏറെ സ്വാധീനമുള്ളത് പാലക്കാട് നഗരസഭയാണ്. പിരായിരി പഞ്ചായത്ത് UDFന് ഏറെ സ്വാധീനമുള്ളതാണ്. കണ്ണാടി പഞ്ചായത്ത് LDFന് സ്വാധീനമുള്ളതാണ്. മാത്തൂർ പഞ്ചായത്ത് LDFനും UDFനും ഒരുപോലെ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. അത്തരത്തിൽ അവരവരുടെ സ്വാധീന മേഖലയിലെല്ലാം പോളിംഗ് എല്ലാവരെയും വോട്ട് ചെയ്തു എന്ന് ഉറപ്പിക്കുന്നതിനുള്ള അവസാന ശ്രമത്തിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും. അവർ ഉച്ച മുതൽ തന്നെ അതിനുള്ള പ്രവർത്തനം തുടങ്ങി. പിരായിരി പഞ്ചായത്തിൽ UDFന് സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ അവിടെ LDF വലിയ തോതിലുള്ള ക്യാമ്പയിൻ തന്നെയാണ് കഴിഞ്ഞ 35 ദിവസമായി തുടർന്നിരുന്നത്. കാരണം 4000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ VK ശ്രീകണ്ഠന് അവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശതമാനത്തിൽ കുറവ് വരുത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിന് മേൽക്കൈ നേടുന്നതിനപ്പുറത്തേക്ക് ആ വോട്ടിൽ കുറവ് വരുത്തുക, ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് LDF ലക്ഷ്യമിടുന്നത്. അവയ്ക്കുള്ള എല്ലാ പരിശ്രമവും LDFന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ UDFും പല രീതിയിലുള്ള പ്രവർത്തനവും പ്രചരണവും എല്ലാം നടത്തിയിരുന്നു. അവയെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ ഈ 2 മുന്നണികൾക്കും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം പിരായിരി പഞ്ചായത്തിൽ നല്ല പോളിംഗ് തന്നെയാണ്. അവിടെ നല്ല തിരക്ക് രാവിലെ മുതൽ തന്നെയുണ്ട്. ഇതേ അവസ്ഥയാണ് LDFന് ഏറെ സ്വാധീനമുള്ള പഞ്ചായത്താണ് കണ്ണാടി പഞ്ചായത്ത്. കണ്ണാടി പഞ്ചായത്തിലും രാവിലെ മുതൽ തന്നെ വിവിധ ബൂത്തുകളിൽ വലിയ തിരക്കാണ്. ശരി ശാന്തകുമാർ, എന്തായാലും ഇപ്പോൾ P സരിൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയെങ്കിലും യന്ത്ര തകരാർ കാരണം വോട്ട് ചെയ്യാതെ മടങ്ങിയ സരിനും പങ്കാളി സൗമ്യ സരിനും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പാലക്കാട് നിന്നും ശാന്തകുമാർ.